രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണമെന്ന് ഓർത്ത് ഇനി ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും എടുക്കാതെ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഒന്ന് കറക്കി സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവേ. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പൊടി, 1/2 കപ്പ് റവ, 1/2 കപ്പ് വലിയ പുളിയില്ലാത്ത തൈര്, 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ ഇതുപോലെ ഒന്നങ്ങ് അടിച്ചെടുത്തോട്ട് വരാം. ഇനിയിപ്പോ മറ്റൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലോണം പൊങ്ങി സോഫ്റ്റ് ആയി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഈ മാവ് കൊണ്ട് അപ്പോ ദോശയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ തീരെ കനം കുറഞ്ഞ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ല നിറച്ച് കുത്തുകളൊക്കെ വീണിട്ടുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതേപോലെ കുറച്ച് നെയ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി അടുത്ത ദോശയും ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൈഡായിട്ട് സാമ്പാറോ ചമ്മന്തിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.